നമസ്കാരം, ഗുഡ്നസ് ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആനയെഴുന്നള്ളിപ്പിലെ നിയന്ത്രണങ്ങളിൽ ദേവസ്വങ്ങൾക്ക് ആശ്വാസം. ഹൈക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്ത് സുപ്രീം കോടതി. ഇന്ത്യ ചൈന അതിർത്തി പ്രശ്നത്തിൽ ചൈനീസ് വിദേശകാര്യമന്ത്രിയുമായി ചർച്ച നടത്തി അജിത് ഡോവൽ. അജിത് കുമാറിനെ DGP ആക്കുന്നത് ഉദ്ദിഷ്ട കാര്യത്തിലുള്ള മുഖ്യമന്ത്രിയുടെ ഉപകാര സ്മരണയെന്ന് VD സതീശൻ. അമേരിക്കയുടെ ആകാശത്തെ അജ്ഞാത ഡ്രോണുകൾ പരിഭ്രാന്തി വേണ്ടെന്ന് ജോ ബൈഡൻ. മുൻ പ്രസിഡന്റുമാരുടെ സുരക്ഷ കുറയ്ക്കാൻ ഒരുങ്ങി ശ്രീലങ്ക. പ്രതിവർഷം 120 കോടി ലാഭിക്കാനാകുമെന്നാണ് വിലയിരുത്തൽ. വാർത്തകൾ വിശദമായി. ആനയെഴുന്നള്ളിപ്പ് നിയന്ത്രണങ്ങളിൽ മാർഗനിർദ്ദേശം കൊണ്ടുവരുവാനുള്ള ഹൈക്കോടതിയുടെ ഉത്തരവ് സ്റ്റേ ചെയ്ത് സുപ്രീം കോടതി. ഹൈക്കോടതി ഉത്തരവ് പ്രായോഗികമാണെന്ന് തോന്നുന്നില്ലെന്നും നിലവിലെ സുപ്രീം കോടതി പുറത്തിറക്കിയ ചട്ടങ്ങൾ പാലിച്ചുകൊണ്ട് ആനയെഴുന്നള്ളിപ്പ് നടത്താമെന്നും സുപ്രീം കോടതി ഉത്തരവിട്ടു. ഹൈക്കോടതി ഉത്തരവിനെതിരെ ദേവസ്വങ്ങൾ സമർപ്പിച്ച അപ്പീലിലാണ് സുപ്രീം കോടതിയുടെ ഇടപെടൽ. കേസിൽ സംസ്ഥാന സർക്കാരിനും ആനോടമസ്ഥരുടെ സംഘടനകൾക്കടക്കം സുപ്രീം കോടതി നോട്ടീസ് നൽകി. ശൂന്യതയിൽ നിന്ന് ഉത്തരവിറക്കാനാകില്ലെന്ന് ജസ്റ്റിസ് നാഗരത്ന നിരീക്ഷിച്ചു. ആനയെഴുന്നള്ളിപ്പിലെ നിയന്ത്രണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പാറമേക്കാവ്, തിരുവമ്പാടി ദേവസ്വങ്ങൾ നൽകിയ ഹർജിയിലാണ് എതിർകക്ഷികൾക്ക് നോട്ടീസ് നൽകിയത്. ജനുവരി 5-ന് നടക്കുന്ന ചടങ്ങുകൾക്ക് ഉത്തരവ് ബാധകമാകില്ല. ചട്ടങ്ങൾക്ക് വിരുദ്ധമായി പുറത്തിറക്കിയ മാർഗനിർദ്ദേശങ്ങളാണ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തത്. 250 വർഷത്തോളമായുള്ള ഉത്സവമാണ് തൃശൂർ പൂരമെന്നും എല്ലാ നിർദ്ദേശങ്ങളും പാലിക്കുന്നുണ്ടെന്നും ദേവസ്വങ്ങൾക്ക് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബൽ വാദിച്ചു. ഹൈക്കോടതി ഉത്തരവ് പൂരം നടത്തിപ്പിനെ ബാധിക്കുമെന്ന് കപിൽ സിബൽ പറഞ്ഞു. യുനെസ്കോയുടെ പട്ടികയിലുള്ള ഉത്സവമാണ്. ആനകളുടെ എഴുന്നള്ളിപ്പ് നിയമങ്ങൾ പാലിക്കാതെയാണെന്നും ആനകളെ കൊണ്ടുപോകുന്നത് വലിയ അപകട സാധ്യതയിലാണെന്നും മൃഗസ്നേഹികളുടെ സംഘടന പറഞ്ഞു. പലയിടങ്ങളിലും എഴുന്നള്ളിപ്പിനിടെ ആന വിരണ്ട് ഓടിയിട്ടുണ്ടെന്ന് മൃഗസ്നേഹികളുടെ സംഘടന വാദിച്ചു. എന്നാൽ പൂരത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടില്ലെന്ന് കപിൽ സിബൽ മറുപടി നൽകി. എല്ലാ നിയമങ്ങളും പാലിച്ചാണ് മുന്നോട്ടു പോകുന്നത് എന്ന് ദേവസ്വങ്ങൾ വാദിച്ചു. ആചാരവും മൃഗങ്ങളുടെ അവകാശവും ഒന്നിച്ചു കൊണ്ടുപോവുകയാണ് കോടതി ഉദ്ദേശിക്കുന്നതെന്ന് ജസ്റ്റിസ് നാഗരത്ന അഭിപ്രായപ്പെട്ടു. നിയമങ്ങൾ പാലിച്ചല്ലേ പൂരം അടക്കം നടക്കുന്നതെന്ന് കോടതി ചോദിച്ചു. കേസിൽ ദേവസ്വങ്ങൾക്കായി മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബൽ, അഭിഭാഷകരായ MR അഭിലാഷ്, മഹേഷ് ശങ്കർ സുബൻ എന്നിവർ ഹാജരായി. ക്രിസ്തുമസ് ആഘോഷങ്ങളുടെ ഭാഗമായി ബാംഗ്ലൂരിലെ വൈറ്റ് ഫീൽഡിൽ സേക്രഡ് ഹാർട്ട് പള്ളിയുടെ നേതൃത്വത്തിൽ നടന്ന ക്രിസ്തുമസ് മെഗാ കരോൾ മത്സരത്തിൽ സെന്റ് സെബാസ്റ്റ്യൻ ഫൊറാന ചർച്ച് മത്തിക്കര ജേതാക്കളായി. ആദ്യ പതിപ്പായ സീസൺ 1ന്റെ വിജയത്തെ തുടർന്ന് ഈ വർഷവും ബാംഗ്ലൂരിലെ വിവിധ പള്ളികളിൽ നിന്നുള്ള മികച്ച കരോൾ ഗാന സംഘങ്ങളെ അണിനിരത്തിക്കൊണ്ടാണ് മത്സരം നടന്നത്. ഗുഡ്നസ് TVയാണ് ക്രിസ്തുമസ് മെഗാ കരോൾ മത്സരത്തിന്റെ മീഡിയ പാർട്ണർ.
അംഗങ്ങൾ മാറ്റുരച്ച ക്രിസ്മസ് മെഗാ കരോൾ മത്സരത്തിൽ 2ാം സ്ഥാനം സെന്റ് ജോസഫ് ചർച്ച് ബാബുസ പാലിയയും 3ാം സ്ഥാനം സെന്റ് അൽഫോൻസ ഫൊറോന ചർച്ച് സുൽത്താൻ പാലിയയും കരസ്ഥമാക്കി. സമ്മാനാർഹർക്കുള്ള ട്രോഫിയും ക്യാഷ് അവാർഡും വിതരണം ചെയ്തു. ജെറി അമൽദേവ്, ഫാദർ പോൾ പൂവത്തിങ്കൽ, മെറിൻ ഗ്രിഗറി എന്നിവരായിരുന്നു വിധികർത്താക്കൾ. അത്യുന്നതങ്ങളിൽ ദൈവമഹത്വം, ഭൂമിയിൽ സംപ്രീതി. അത്യുന്നതങ്ങളിൽ ദൈവമഹത്വം, ഭൂമിയിൽ സംപ്രീതി. അത്യുന്നതങ്ങളിൽ ദൈവമഹത്വം, ഭൂമിയിൽ സംപ്രീതി. സാഗപദ പദ പാഗരി ഗാരി സദ സരി സദ സരി സദ സരി സ. ആരാവിൽ ദൂതഗണങ്ങൾ ആമോദത്തിരകളിൽ മുങ്ങി പാടുകയാ. പാരാതെ ശാന്തി പരത്ത കരുണാമയനീശു മഹേശ് ആഗതനാ. സുരലോക സൈന്യം ചേർന്നു പാടുമ്പോ മാലോകരൊന്നായി ചേർന്നു പാടിടാം. അവൻ അത്ഭുത മന്ത്രി, ധീരന ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു ആഗതനാ. മാമലകളെ തഴുകി വരുന്നൊരു പൂന്തന്നൽ പുഞ്ചിരി തൂകി പൂമ്പൈതലിനെ പുൽകിയുറത്തി പാടുകയാ. മാമലകളെ തഴുകി വരുന്നൊരു പൂന്തന്നൽ പുഞ്ചിരി തൂകി പൂമ്പൈതലിനെ പുൽകിയുറത്തി പാടുകയാ. പാലിന്റെ പാവമകത്താൻ പരമേശൻ പുൽക്കൂട്ടിൽ വന്നു പിറന്നൊരു സുദിനമിതാ. മനം നിറഞ്ഞൊഴുകുന്ന മോദമോടെ നമുക്കിന്ന് മാനവ വളർത്തും പണം ശരീരിക ശരീരിക പദാ. ആഭ്യന്തരമന്ത്രി അമിത്ഷാ BR അംബേദ്കറെ അപമാനിച്ചതിൽ പ്രതിഷേധം കൂടുതൽ ശക്തമാക്കി ഇന്ത്യ സഖ്യം. നീലവസ്ത്രങ്ങൾ ധരിച്ച രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും നേതൃത്വത്തിൽ പാർലമെന്റിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. NDA ഇന്ത്യ സഖ്യ MPമാർ നേർക്കുനേർ നിന്ന് മുദ്രാവാക്യം മുഴക്കിയതോടെ പാർലമെന്റ് വളപ്പിൽ സംഘർഷ അന്തരീക്ഷമുണ്ടായി. പാർലമെന്റിൽ അംബേദ്കർ പ്രതിമയ്ക്ക് മുന്നിലായിരുന്നു പ്രതിപക്ഷ പ്രതിഷേധം. രാഹുൽ ഗാന്ധി പതിവ് വെള്ള ഷർട്ട് ഉപേക്ഷിച്ച് നീല ഷർട്ട് ഇട്ടുകൊണ്ടാണ് പ്രതിഷേധത്തിന്റെ മുൻനിരയിൽ നിന്നത്. ഇതേസമയം കോൺഗ്രസ് അംബേദ്കറെ അപമാനിക്കുന്നുവെന്ന് ആരോപിച്ച് BJP MPമാരും പാർലമെന്റിന് മുൻപാകെ പ്രതിഷേധം ആരംഭിച്ചിരുന്നു. ഇവർ മുഖാമുഖം വന്നതോടെയാണ് കയ്യാങ്കളിയിലും വാക്കേറ്റത്തിലും കലാശിച്ചത്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയും പ്രിയങ്ക ഗാന്ധിയെയും BJP MPമാർ പിടിച്ചു തള്ളിയെന്ന് കോൺഗ്രസ് ആരോപിച്ചു. രാഹുൽ BJP MPമാരെ തള്ളിയെന്ന് BJPയും ആരോപിച്ചു. പാർലമെന്റിന് സമീപം വിജയ് ചൌക്കിൽ വലിയ സുരക്ഷാ സന്നാഹമൊരുക്കിയിട്ടുണ്ട്. കൂടുതൽ സേനാംഗങ്ങളും സ്ഥലത്ത് വിന്യസിച്ചു. ചൊവ്വാഴ്ച രാജ്യസഭയിലായിരുന്നു അംബേദ്കറെ ചൊല്ലി അമിത്ഷായുടെ വിവാദ പരാമർശമുണ്ടായത്. അംബേദ്കർ എന്നതിന് പകരം ദൈവത്തെ വിളിച്ചാൽ കോൺഗ്രസുകാർക്ക് സ്വർഗത്തിൽ പോകാം എന്നായിരുന്നു അമിത്ഷായുടെ പരാമർശം.
ഇതിനെതിരെ പ്രതിപക്ഷം വ്യാപക പ്രതിഷേധം അഴിച്ചുവിട്ടതോടെ അമിത്ഷായ്ക്ക് പത്രസമ്മേളനം വിളിച്ച് കാര്യങ്ങൾ വിശദീകരിക്കേണ്ടി വന്നിരുന്നു. ഭരണഘടനയെ അംഗീകരിച്ചു മുന്നോട്ടു പോയ സർക്കാരാണ് BJPയുടേതെന്നും ഭരണഘടനയെയും അംബേദ്കറെയും അപമാനിക്കുന്നത് കോൺഗ്രസ് ആണെന്നും സത്യം അസത്യം കൊണ്ട് മൂടി കോൺഗ്രസ് കള്ളപ്രചരണം നടത്തുകയാണെന്നും അമിത്ഷാ പറഞ്ഞിരുന്നു. അതേസമയം അമിത്ഷായുടെ അംബേദ്കർ വിരുദ്ധ പരാമർശത്തിൽ പ്രതികരണവുമായി നടൻ കമൽഹാസനും രംഗത്തെത്തി. അംബേദ്കറുടെ ആശയങ്ങളാണ് ആധുനിക ഇന്ത്യയെ കെട്ടിപ്പടുത്തിയത്. അംബേദ്കർ സാമൂഹിക അനീതിയുടെ അതിർവരമ്പ് ഭേദിച്ചു. അംബേദ്കറിന്റെ ആദർശങ്ങളിൽ വിശ്വസിക്കുകയും സാമൂഹ്യനീതിക്കായി പോരാടുകയും ചെയ്യുന്ന ആർക്കും അദ്ദേഹത്തെ കളങ്കപ്പെടുത്തുന്നത് സഹിക്കാനാവില്ല. പാർലമെന്റിൽ നടക്കേണ്ടത് അംബേദ്കർ ആശയങ്ങളുടെ അർത്ഥവത്തായ ചർച്ചയെന്നും കമൽഹാസൻ പറഞ്ഞു. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ തട്ടിപ്പ് നടത്തിയ 6 സർക്കാർ ജീവനക്കാർക്ക് സസ്പെൻഷൻ. മണ്ണ് സംരക്ഷണ വകുപ്പിലെ ജീവനക്കാർക്ക് എതിരെയാണ് നടപടി. പാർട്ട് ടൈം സ്വീപ്പർ മുതൽ വർക്ക് ഓഫീസർ വരെ നടപടി നേരിട്ടവരിൽ ഉൾപ്പെടും. അനധികൃതമായി കൈപ്പറ്റിയ തുക 18% പലിശ സഹിതം തിരിച്ചടയ്ക്കുവാനും നിർദ്ദേശിച്ചു. സംസ്ഥാനത്തെ ഗസറ്റഡ് ഉദ്യോഗസ്ഥരടക്കം 1458 സർക്കാർ ജീവനക്കാർ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്നുവെന്നാണ് പരിശോധനയിൽ കണ്ടെത്തിയത്. ധനവകുപ്പ് നിർദ്ദേശപ്രകാരം ഇൻഫോർമേഷൻ കേരള മിഷൻ നടത്തിയ പരിശോധനയിലാണ് ഗുരുതര തട്ടിപ്പ് കണ്ടെത്തിയത്. ഗസറ്റഡ് ഉദ്യോഗസ്ഥർ അടക്കമാണ് പെൻഷൻ കൈപ്പറ്റുന്നത്. കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർമാർ, ഹയർ സെക്കൻഡറിയിലെയടക്കം അധ്യാപകരും ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരുടെ പട്ടികയിലുണ്ടായിരുന്നു. അനധികൃതമായി കൈപ്പറ്റിയ പെൻഷൻ തുക പലിശ അടക്കം തിരിച്ചുപിടിക്കാനാണ് ധനവകുപ്പിന്റെ നിർദ്ദേശം. 2 അസിസ്റ്റന്റ് പ്രൊഫസർമാരിൽ ഒരാൾ തിരുവനന്തപുരം ജില്ലയിലെ സർക്കാർ കോളേജിലാണ് ജോലിയെടുക്കുന്നത്. ഒരാൾ പാലക്കാട് ജില്ലയിലെ സർക്കാർ കോളേജിൽ ജോലി ചെയ്യുന്നു. ഹയർ സെക്കൻഡറി അധ്യാപകരായ 3 പേരാണ് പെൻഷൻ വാങ്ങുന്നത്. ആരോഗ്യവകുപ്പിലാണ് ഏറ്റവും കൂടുതൽ പേർ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർ ഉള്ളത്, 373 പേർ. പൊതുവിദ്യാഭ്യാസ വകുപ്പാണ് 2ാം സ്ഥാനത്ത്, 224 പേർ. മെഡിക്കൽ എഡ്യൂക്കേഷൻ വകുപ്പിൽ 124 പേരും ആയുർവേദ വകുപ്പിൽ 114 പേരും, മൃഗസംരക്ഷണ വകുപ്പിൽ 74 പേരും, പൊതുമരാമത്ത് വകുപ്പിൽ 47 പേരും ക്ഷേമ പെൻഷൻ വാങ്ങുന്ന സർക്കാർ ജീവനക്കാരാണ്. സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൽ 46 പേരും, ഹോമിയോപ്പതി വകുപ്പിൽ 41 പേരും, കൃഷി റവന്യൂ വകുപ്പുകളിൽ 35 പേർ വീതവും, ജുഡീഷ്യറി ആൻഡ് സോഷ്യൽ ജസ്റ്റിസ് വകുപ്പിൽ 34 പേരും, ഇൻഷുറൻസ് മെഡിക്കൽ സർവീസ് വകുപ്പിൽ 31 പേരും, കോളേജിയറ്റ് എഡ്യൂക്കേഷൻ വകുപ്പിൽ 27 പേരും, ഹോമിയോപ്പതിയിൽ 25 പേരും ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നു. വിവിധ തലങ്ങളിലുള്ള പരിശോധനകൾ തുടരാനാണ് ധനവകുപ്പിന്റെ തീരുമാനം. അനർഹരായവരെ കണ്ടെത്തി ഒഴിവാക്കുകയും അർഹരായവർക്ക് കൃത്യമായി പെൻഷൻ വിതരണം ഉറപ്പാക്കുകയും ചെയ്യുന്ന നടപടികൾ തുടരുമെന്ന് ധനവകുപ്പ് വൃത്തങ്ങൾ വ്യക്തമാക്കി. ADGP MR അജിത് കുമാറിന് DGPയായി സ്ഥാനക്കയറ്റം നൽകുവാനുള്ള തീരുമാനത്തെ വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഗുരുതര ആരോപണങ്ങളും അതിന്മേൽ അന്വേഷണവും നേരിടുന്ന ADGP MR അജിത് കുമാറിന് DGPയായി സ്ഥാനക്കയറ്റം നൽകുവാനുള്ള തീരുമാനം ഉദ്ദിഷ്ട കാര്യത്തിനുള്ള മുഖ്യമന്ത്രിയുടെ ഉപകാര സ്മരണയാണെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജാപക സംഘമാണ് ഇപ്പോഴും കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്ന് VD സതീശൻ ആരോപിക്കുന്നു. അനധികൃത സ്വത്ത് സമ്പാദനത്തിനുള്ള വിജിലൻസ് അന്വേഷണത്തിന് പുറമെ തൃശൂർ പൂരം കലക്കൽ, RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച എന്നിവയിലും അന്വേഷണം നേരിടുന്ന ഉദ്യോഗസ്ഥനെ എല്ലാ ചട്ടങ്ങളും ലംഘിച്ചാണ് സ്ഥാനക്കയറ്റം നൽകിയത്. ക്രമസമാധാന ചുമതലയിൽ തുടരവേ ഗുരുതര ആരോപണങ്ങൾ ഉയർന്നിട്ടും സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്യാതെ അന്വേഷണം പ്രഖ്യാപിച്ചത് സ്ഥാനക്കയറ്റം നൽകുന്നതിന് വേണ്ടിയുള്ള മുഖ്യമന്ത്രിയുടെ കൗശലമായിരുന്നുവെന്ന് ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ്. സ്ഥാനക്കയറ്റം നൽകാനുള്ള തീരുമാനത്തിനെതിരെ മന്ത്രിമാരുടെ ഭാഗത്തു നിന്നും എതിർപ്പുള്ളപ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അജിത് കുമാറിനെ രക്ഷാകവചം ഒരുക്കിയത്. പിണറായി വിജയന്റെ ദൂതനായാണ് RSS നേതാക്കളുമായുള്ള അജിത് കുമാറിന്റെ കൂടിക്കാഴ്ചയെന്ന് പ്രതിപക്ഷ ആരോപണം ശരിവെക്കുന്നതാണ് മുഖ്യമന്ത്രിയുടെ ഇടപെടൽ. അജിത് കുമാർ ADGP പദവിയിലിരുന്ന് ചെയ്ത നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെല്ലാം പിണറായി വിജയന് വേണ്ടിയായിരുന്നു എന്നത് അടിവരയിടുന്നത് കൂടിയാണ് DGP സ്ഥാനമെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. ഇന്ത്യ ചൈന അതിർത്തി പ്രശ്നപരിഹാരത്തിന്റെ ഭാഗമായി ചേർന്ന പ്രത്യേക പ്രതിനിധിതല യോഗത്തിൽ അതിർത്തി കടന്നുള്ള വിനോദസഞ്ചാരം ഉൾപ്പെടെയുള്ള 6 വിഷയങ്ങളിൽ ധാരണയായി. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് തീരുമാനം. അതിർത്തി കടന്നുള്ള നദീതട സഹകരണം, നാഥുല അതിർത്തി വ്യാപാരം, കൈലാസ് മാനസരോവർ യാത്ര പുനരാരംഭിക്കൽ എന്നിവയിൽ രാജ്യങ്ങൾ സമവായത്തിലെത്തിയതായാണ് വിവരം.
അതിർത്തിയിൽ സമാധാനം നിലനിർത്തേണ്ടതിന്റെ ആവശ്യകതയും പ്രശ്നത്തിന് ന്യായവും പരസ്പര സ്വീകാര്യവുമായ നടപടിയും മുൻനിർത്തിയാണ് ഇരുപക്ഷവും ധാരണയിലെത്തിയതെന്ന് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അതിർത്തിയിൽ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടതിന് ശേഷമുള്ള ആദ്യ പ്രത്യേക പ്രതിനിധിതല യോഗമായിരുന്നു നടന്നത്. കഴിഞ്ഞ മാസം കസാനിൽ നടന്ന ബ്രിക്സ് ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി മോദിയും പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ചയെ തുടർന്നാണ് കൂടിക്കാഴ്ചയ്ക്ക് വഴി തുറന്നത്. അതിർത്തി പ്രദേശങ്ങളിൽ സമാധാനം നിലനിർത്തുന്നതിനും ഉഭയകക്ഷി ബന്ധം പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള നടപടികൾ തുടരാനും കൂടിക്കാഴ്ചയിൽ ഇരു രാജ്യങ്ങളും സമ്മതിച്ചു. അടുത്ത വർഷം ഇന്ത്യയിൽ പ്രത്യേക പ്രതിനിധികളുടെ കൂടിക്കാഴ്ച നടത്താനും ധാരണയായിട്ടുണ്ട്. 5 വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യ ചൈന പ്രത്യേക പ്രതിനിധികളുടെ ചർച്ച ചൈനയിൽ നടന്നത്. 2019 ഡിസംബറിലാണ് അവസാനമായി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉന്നതതല പ്രതിനിധി ചർച്ച നടന്നത്. അതിർത്തി പ്രശ്നങ്ങളായിരുന്നു ഇതിൽ പ്രധാനമായും ചർച്ച ചെയ്തത്. തിരുവനന്തപുരം വഞ്ചിയൂരിൽ റോഡ് തടഞ്ഞ് സ്റ്റേജ് കെട്ടി CPM ഏരിയ സമ്മേളനം നടത്തിയതിനെ ന്യായീകരിച്ച് പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ. കാറിൽ പോകേണ്ട കാര്യമുണ്ടോ, നടന്നു പോകാമല്ലോ എന്നുമായിരുന്നു CPIM കുന്നംകുളം ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി പൊതുസമ്മേളനത്തിൽ വിജയരാഘവൻ ചോദിച്ചത്. റോഡിൽ പൊതുയോഗം വെച്ചതിനെ സുപ്രീം കോടതിയിൽ പോവുകയാണ്. വലിയ പബ്ലിസിറ്റി കിട്ടും. അല്ലെങ്കിൽ ഇവിടെ ട്രാഫിക് ജാം ഇല്ലേ? എല്ലാവരും കൂടി കാറിൽ പോകാതെ നടന്നു പോകാമല്ലോ. 25 കാർ പോവുമ്പോൾ 25 ആളെ പോകുന്നുള്ളൂ എന്നതാണ് സത്യം. കാറുള്ളവർ കാറിൽ പോകുന്നത് പോലെ തന്നെ പാവങ്ങൾക്ക് ജാഥ നടത്താനും അനുവാദം വേണമെന്നും വിജയരാഘവൻ പറഞ്ഞു. CPIM പാളയം ഏരിയ സമ്മേളനത്തിനായി ഒരുക്കിയ വേദിയായിരുന്നു വിവാദത്തിന് കാരണമായത്. വഞ്ചിയൂർ കോടതിക്ക് സമീപമാണ് റോഡ് അടച്ചുകെട്ടി CPM വേദിയൊരുക്കിയത്. ഇതേ തുടർന്ന് സ്ഥലത്ത് വലിയ രീതിയിൽ ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെ അനുമതി വാങ്ങാതെയാണ് CPIM വേദിയൊരുക്കിയതെന്ന രീതിയിൽ വാർത്തകൾ പുറത്തുവന്നു. എന്നാൽ അനുമതി വാങ്ങിയാണ് വേദിയൊരുക്കിയതെന്നായിരുന്നു പാളയം ഏരിയ സെക്രട്ടറി വഞ്ചിയൂർ ബാബുവിന്റെ പ്രതികരണം. എല്ലാ വശങ്ങളും പരിശോധിച്ചിരുന്നുവെന്നും വാഹനങ്ങൾക്ക് കടന്നുപോകാൻ സൗകര്യം ഒരുക്കിയിരുന്നുവെന്നും വഞ്ചിയൂർ ബാബു പറഞ്ഞിരുന്നു. അതിനിടെ CPM ഏരിയ സമ്മേളനത്തിനായി വഴി തടഞ്ഞ് സ്റ്റേജ് കെട്ടിയതിനെ പോലീസ് കേസെടുത്തിരുന്നു. തിരുവനന്തപുരം വഞ്ചിയൂർ പോലീസാണ് കേസെടുത്തത്. CPM പാളയം ഏരിയ സമ്മേളനത്തിന് വേണ്ടിയായിരുന്നു വഴി തടഞ്ഞ് സ്റ്റേജ് കെട്ടിയത്. സ്റ്റേജ് കെട്ടി ഗതാഗത തടസ്സം സൃഷ്ടിച്ചതിനും പ്രകടനം നടത്തിയതിനുമാണ് കേസ് എടുത്തത്. സ്റ്റേജ് കെട്ടാൻ അനുമതി വാങ്ങിയെന്നായിരുന്നു പാളയം ഏരിയ സെക്രട്ടറിയുടെ വിശദീകരണം. എന്നാൽ സമ്മേളന പരിപാടികൾ നടത്താൻ മാത്രമാണ് CPM അനുമതി വാങ്ങിയതെന്നും നടുറോഡിൽ സ്റ്റേജ് കെട്ടാൻ അനുമതിയില്ലെന്നും പോലീസ് വ്യക്തമാക്കിയിരുന്നു. അനധികൃതമായി സംഘം ചേരൽ, ഗതാഗത തടസ്സം സൃഷ്ടിക്കൽ, പോലീസിനോട് അപമര്യാദയായി പെരുമാറൽ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരം കണ്ടാലറിയാവുന്ന 500 പേർക്കെതിരെയാണ് കേസെടുത്തത്. വരാപ്പുഴ അതിരൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന എറണാകുളം ലൂർദ് ആശുപത്രി 60ന്റെ നിറവിൽ. ഡിസംബർ 20-ന് ആശുപത്രിയിൽ വിപുലമായ ആഘോഷങ്ങളാണ് സംഘടിപ്പിക്കുന്നത്. സേവനത്തിന്റെ 60ാം വർഷത്തിലൂടെ കടന്നുപോകുന്ന ലൂർദ് ആശുപത്രി ലിഗെയിം 24ലൂടെ വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡിന്റെ ചരിത്രത്തിൽ കൂടി ഭാഗമാകുവാൻ ഒരുങ്ങുകയാണ്. സാഹോദര്യത്തിന്റെയും സൗഹൃദത്തിന്റെയും മെച്ചപ്പെട്ട തൊഴിൽ ജീവിത നിലവാരത്തിന്റെയും പ്രാധാന്യം പകർന്നു നൽകുന്നതിനായി 2000-ൽ പരം ലൂർദ് സ്ഥാപനങ്ങളിലെ ജീവനക്കാരെ അണിനിരത്തിക്കൊണ്ട് വിപുലമായ ആഘോഷ പരിപാടികളാണ് അധികൃതർ ഒരുക്കിയിരിക്കുന്നത്. ജോലിസ്ഥലത്തെ മാനസികാരോഗ്യവും തൊഴിൽ ജീവിത സന്തുലനവും ചർച്ചാ വിഷയമാകുന്ന വർത്തമാനകാലത്ത് നാളെ വൈകുന്നേരം 4:30-ന് ക്രിസ്തുമസ് കേക്ക് ഒരുമിച്ച് പരസ്പരം പങ്കിട്ടും പ്രതിജ്ഞയെടുത്തും സൂംബ ഡാൻസ് കളിച്ചുമാണ് ലൂർദ് ആശുപത്രി വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടാൻ ഒരുങ്ങുന്നത്. വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ് ചരിത്രത്തിൽ 152 രാജ്യങ്ങളിൽ ഇതാദ്യമായാണ് ഒരു ആശുപത്രി ഇത്തരത്തിൽ റെക്കോർഡ് ബുക്കിൽ ഇടം പിടിക്കുന്നത്. ഈ അവസരത്തിൽ 60ാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി ലൂർദ് സ്ഥാപനങ്ങളിൽ ഏറ്റവും കൂടുതൽ കാലം സേവനം ചെയ്ത 60 സ്റ്റാഫ് അംഗങ്ങളെ പ്രത്യേകമായി ആദരിക്കുന്നു. ഇതുകൂടാതെ ലൂർദ് സ്ഥാപനങ്ങളിലെ സ്റ്റാഫ് അംഗങ്ങൾക്കായി സൗജന്യ രക്തപരിശോധന ക്യാമ്പും പുതിയ ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതിക്കും ആരംഭം കുറിക്കുന്നു. സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായി 60 സ്പെഷ്യലൈസ്ഡ് മെഡിക്കൽ ക്യാമ്പുകളും ബോധവൽക്കരണ ക്ലാസുകളും വിവിധ പ്രദേശങ്ങളിൽ സംഘടിപ്പിക്കുന്ന പദ്ധതിക്കും തുടക്കം കുറിക്കും. ഒപ്പം പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം സമൂഹത്തിൽ പകർന്നു നൽകുന്നതിനായി ലൂർദ് സ്ഥാപനങ്ങളിൽ 60 വൃക്ഷത്തൈകൾ നടുന്ന പദ്ധതിക്കും തുടക്കം കുറിക്കുമെന്ന് ലൂർദ് സ്ഥാപനങ്ങളുടെ ഡയറക്ടർ ഫാദർ ജോർജ് സിഖീര പറഞ്ഞു. കേരളത്തിന്റെ ആരോഗ്യ സേവന രംഗത്ത് ലൂർദ് ആശുപത്രി നൽകുന്ന സംഭാവനകൾ നിസ്തുലമാണ്. മഹത്തായ ആതുര സേവനത്തിന്റെ തിളക്കമാർന്ന 60ാം വർഷത്തിലൂടെ കടന്നുപോകുന്ന എറണാകുളം ലൂർദ് ആശുപത്രി എല്ലാ ജനവിഭാഗങ്ങളുടെയും ആരോഗ്യ സംരക്ഷണത്തിന് നൽകുന്ന നിരവധി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നു.
കുറഞ്ഞ ചെലവിൽ ഏറ്റവും നൂതനമായ ചികിത്സ ജനങ്ങളിലേക്ക് ലഭ്യമാക്കുന്നതിന് ലൂർദ് ആശുപത്രി പ്രത്യേകം ശ്രദ്ധ പതിപ്പിക്കുന്നു. മുട്ടുമാറ്റിവെക്കുന്നതിന് വേണ്ടിയുള്ള ആധുനിക ഇന്ത്യൻ റോബോട്ടിക് സർജറി സംവിധാനം ഇന്ത്യയിൽ ആദ്യമായി കൊണ്ടുവന്നത് ലൂർദിലാണ്. വിപുലമായ ഡയാലിസിസ് സംവിധാനം, കാർഡിയോ വാസ്കുലർ, ന്യൂറോളജിക്കൽ ചികിത്സകൾ സുഗമമാക്കുന്നതിനുള്ള കാത്ത് സംവിധാനം, അവയവമാറ്റ ശസ്ത്രക്രിയകൾ, സമഗ്രമായ പാലിയേറ്റീവ് ഹോം കെയർ ചികിത്സകൾ, വിപുലമായ ഡയബറ്റിക് ചികിത്സാ സംവിധാനങ്ങൾ, ഇന്റർവെൻഷണൽ പെയിൻ മാനേജ്മെന്റ് ചികിത്സാ സൗകര്യങ്ങൾ, മുഴുവൻ സമയ അത്യാഹിത വിഭാഗം, അലർജി ക്ലിനിക്, മാനസിക ആരോഗ്യ ഡി അഡിക്ഷൻ ചികിത്സയ്ക്കായുള്ള പ്രത്യേക വിഭാഗം എന്നിവ എടുത്തു പറയേണ്ട നേട്ടങ്ങളാണ്. 36 മൾട്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ ലൂർദ് ആശുപത്രിയുടെ പ്രവർത്തനങ്ങളെ കൂടുതൽ മികവുറ്റതാക്കുന്നു. ലൂർദ് ആശുപത്രിയുടെ കീഴിൽ 2000 ആരംഭിച്ച പെരുമ്പള്ളി ക്രിസ്തു ജയന്തി ആശുപത്രി തീരദേശ നിവാസികളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ വലിയ പങ്കുവഹിച്ചിട്ടുണ്ട്. ലൂർദ് കോളേജ് ഓഫ് നഴ്സിംഗ്, ലൂർദ് പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നിവ ആരോഗ്യ മേഖലയിൽ പ്രത്യേകിച്ച് മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്ത് വരാപ്പുഴ അതിരൂപതയുടെയും ലൂർദ് ആശുപത്രിയുടെയും സേവനങ്ങൾ കൂടുതൽ മികച്ചതാക്കുന്നുവെന്നും ഫാദർ ജോർജ് സെക്യൂര പറഞ്ഞു. മുൻ പ്രസിഡന്റുമാർക്ക് നൽകി വരുന്ന സുരക്ഷ വെട്ടിക്കുറയ്ക്കുവാനൊരുങ്ങി ശ്രീലങ്ക. ഇതിലൂടെ പ്രതിവർഷം 120 കോടി ലാഭിക്കാനാകുമെന്നാണ് വിലയിരുത്തൽ. മുൻ പ്രസിഡന്റുമാർക്ക് നൽകി വന്ന സുരക്ഷ ജനുവരി 1 മുതൽ പരിമിതപ്പെടുത്തുവാൻ കഴിഞ്ഞ ദിവസമാണ് ശ്രീലങ്കൻ പാർലമെന്റ് തീരുമാനമെടുത്തത്. ശ്രീലങ്കയിലെ മറ്റു പൗരന്മാരെ പോലെ തന്നെയാണ് ഭരണാധികാരികളെന്നും VIP സംസ്കാരം അവസാനിപ്പിക്കാനാണ് തീരുമാനമെന്നും ആഭ്യന്തര സുരക്ഷാ മന്ത്രി ആനന്ദ വിജയപാല അറിയിച്ചു. മുൻ പ്രസിഡന്റുകൾക്ക് സുരക്ഷ ഉറപ്പാക്കാനായി 2024 കാലയളവിൽ ശ്രീലങ്ക വൻതുകയാണ് ചിലവഴിച്ചത്. ജനങ്ങൾ ദുരിതം അനുഭവിക്കുന്ന കാലത്ത് ഇത് അധിക ചിലവാണ്. മുൻ പ്രസിഡന്റ് മഹിന്ദ രാജപക്സെയ്ക്ക് സുരക്ഷ ഉറപ്പാക്കുന്നതിന് മാത്രം ഭീമമായ തുകയാണ് ചെലവായത്. 310 സുരക്ഷാ ഉദ്യോഗസ്ഥരെയാണ് നിയോഗിച്ചിരുന്നത്. വിഷയം പരിശോധിച്ച സമിതിയുടെ നിർദ്ദേശപ്രകാരം മുൻ പ്രസിഡന്റുമാരിൽ ഓരോരുത്തർക്കും 60 സുരക്ഷാ ജീവനക്കാരെ വീതം നൽകാനാണ് തീരുമാനം. മുൻ പ്രസിഡന്റ് മഹിന്ദ രാജപക്സെയെ ലക്ഷ്യം വെച്ചുള്ള നീക്കമല്ല ഇതെന്നും മുൻ പ്രസിഡന്റുമാർ നേരിടുന്ന സുരക്ഷാ ഭീഷണി വ്യക്തമായി വിലയിരുത്തിയ ശേഷമാണ് തീരുമാനമെടുത്തതെന്നും മന്ത്രി വിശദീകരിച്ചു. LTTE നേതാവ് വേലുപ്പിള്ള പ്രഭാകരനെ വധിക്കുകയും ശ്രീലങ്കൻ സൈന്യം തമിഴ് പുലികളെ ഇല്ലാതാക്കുകയും ചെയ്തത് രാജപക്സെയുടെ കാലത്താണ്. അമേരിക്കയിൽ പലയിടത്തും ഒരേ സമയത്ത് സംശയാസ്പദമായി ഡ്രോണുകൾ കണ്ടെത്തിയ സംഭവത്തിൽ പ്രതികരിച്ച ജോ ബൈഡൻ, സർക്കാർ സംവിധാനങ്ങൾ അറിയാതെ ഇത്തരം സംഭവങ്ങൾ നടക്കില്ലെന്നും ഉദ്യോഗസ്ഥർ ആർക്കോ വേണ്ടി മനഃപൂർവ്വം കാര്യങ്ങൾ രഹസ്യമാക്കി വെക്കുകയാണെന്നുള്ള ഡൊണാൾഡ് ട്രംപിന്റെ ആരോപണത്തിന് പിന്നാലെയാണ് ബൈഡന്റെ പ്രതികരണം. രാജ്യത്ത് ഹീനമായ പ്രവർത്തനങ്ങളൊന്നും നടക്കുന്നില്ലെന്നും ജനങ്ങൾ പരിഭ്രാന്തരാകേണ്ടതില്ലെന്നും അദ്ദേഹം പറഞ്ഞു. US-ന്റെ പല ഭാഗത്തും പ്രത്യേകിച്ച് ന്യൂജേഴ്സിയിലുമാണ് സംശയാസ്പദമായ രീതിയിൽ പറക്കുന്ന ഡ്രോണുകൾ ജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. പിന്നാലെ പലതരം കഥകൾ പ്രചരിച്ചു. ശത്രുക്കളുടെ ആക്രമണ തന്ത്രമാണെന്നും ബ്ലൂ ബീം സിദ്ധാന്തത്തിന്റെ ഭാഗമാണെന്നും തുടങ്ങി അന്യഗ്രഹ ജീവികളുടെ കളിയാണെന്നുവരെ കഥകൾ ഇറങ്ങി. പിന്നാലെയാണ് ജോ ബൈഡനു നേരെ ഒളിയമ്പുമായി ട്രംപിന്റെ പ്രസ്താവന വന്നത്. എന്താണ് സംഭവിക്കുന്നതെന്ന് സർക്കാരിനറിയാം. ആ ഡ്രോണുകൾ എവിടെ നിന്നാണ് വന്നതെന്ന് നമ്മുടെ സൈനിക വിഭാഗത്തിനെ അറിയാം. അതൊരു ഗ്യാരേജിൽ നിന്ന് പറത്തപ്പെട്ടവയാണെങ്കിൽ നമ്മുടെ പട്ടാളക്കാർക്ക് അവിടെയെത്തി അവയെല്ലാം നശിപ്പിക്കാൻ എത്ര സമയമെടുക്കും? അവർക്കറിയാം അത് എവിടെ നിന്നാണ് വന്നതെന്നും എവിടേക്കാണ് പോയതെന്നും. പക്ഷേ ചില പ്രത്യേക കാരണങ്ങളാൽ അവർ അതിനെക്കുറിച്ചൊന്നും പറയില്ലെന്നായിരുന്നു ട്രംപ് പറഞ്ഞത്. പിന്നാലെയാണ് വിഷയത്തിൽ ബൈഡൻ പ്രതികരിച്ചത്. ഡ്രോൺ വിഷയം രാജ്യസുരക്ഷയെ ബാധിക്കുന്നതല്ലെന്ന് പെന്റഗൺ പറഞ്ഞെങ്കിലും അതിന് പിന്നിലാരാണെന്നും എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്നും വിശദീകരിക്കാൻ അവർക്കായിരുന്നില്ല. അതേസമയം അജ്ഞാത ഡ്രോണുകൾ ജനങ്ങളിൽ പരിഭ്രാന്തി സൃഷ്ടിച്ചതോടെ അമേരിക്കൻ ഹോംലാൻഡ് സെക്യൂരിറ്റി വിഭാഗം, ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ, ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റ് എന്നീ വിഭാഗങ്ങൾ സംയുക്തമായി പ്രസ്താവന പുറത്തിറക്കിയിരുന്നു. ഇതിനെ സമാനമായ പ്രതികരണമാണ് ബൈഡനും നടത്തിയിരിക്കുന്നത്. ദുരൂഹമായ ഒരു പ്രവൃത്തിയും രാജ്യത്ത് നടക്കുന്നില്ല. പരിശോധനകളും പഠനങ്ങളും നടന്നുവരികയാണ്. ഭയപ്പെടാനുള്ള സാഹചര്യമുണ്ടെന്ന് കരുതുന്നില്ല. എന്നിരുന്നാലും സർക്കാർ സംവിധാനങ്ങൾ ഈ സാഹചര്യത്തെ ഗൗരവത്തോടെ നിരീക്ഷിക്കുന്നുണ്ടെന്നും ബൈഡൻ തന്റെ പ്രസ്താവനയിൽ പറഞ്ഞു. 5000-ഓളം ഡ്രോണുകളാണ് രാജ്യത്തുടനീളം കണ്ടതെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ ഡ്രോണിനെ സമാനമായ മറ്റു വസ്തുക്കൾ, നക്ഷത്രങ്ങളെയടക്കം കണ്ട് ജനങ്ങൾ തെറ്റിദ്ധരിച്ചതാവാമെന്നാണ് FBI പറഞ്ഞത്. ഇതോടെ ഗുഡ്നസ് ഈവനിംഗ് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്താ അപ്ഡേറ്റുകൾക്കായി ഗുഡ്നസ് ന്യൂസ് ചാനൽ സന്ദർശിക്കുക. നന്ദി.